ജലാലേ തൂബലനാ 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 ഹത്തിയതീനേ തൂവെളിച്ചം കാട്ടിയതീനേ യതീനേ ഇനി മുത്തുമണികൾ വീണുപോയ നിധനം തൽക്ഷണം തിരിച്ചെടുത്ത് കൽഗുണർത്തണം ഇനി മുത്തുമണികൾ വീണുപോയ നിധനം തൽക്ഷണം തിരിച്ചെടുത്ത് കൽഗുണർത്തണം തീരുടു മുഖത്തുര السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള KICRലെ ഉസ്താദുമാരെ, സാദാത്യങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബുശ്റാക്കുമുല്യവും എന്ന നമ്മുടെ വളരെ ഉപകാരപ്രദമായ ഈ പരിപാടിയിൽ ഓരോ ദിവസവും വളരെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ അധികരിച്ച് ബഹുമാന്യരായ ഉസ്താദുമാർ നമുക്കൊരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ദിനേന ബാധിക്കുന്ന രൂപത്തിൽ വിവരിച്ച് വിശദീകരിച്ച് തരാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്ന, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കേൾക്കുന്നത് പോലെ പരമാവധി അവ ജീവിതത്തോടടുപ്പിക്കാനും അങ്ങനെ അല്ലാഹുവിന്റെ തൃപ്തി കൂടുതൽ സമ്പാദിച്ച് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട് ജീവിക്കാനും നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട്, വിനീതനായ ഞാൻ കഴിഞ്ഞ 2-3 ക്ലാസുകളിൽ പറഞ്ഞിരുന്നത് പോലെ സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന വിഷയത്തെ ആധാരമാക്കി കഴിഞ്ഞ 3 ക്ലാസുകളിൽ
റവാത്തിബ് സുന്നത്തുകളും വിത്ർ, ളുഹ, തറാവീഹ്, ഖിയാമുൽ ലൈൽ അഥവാ തഹജ്ജുദ് തുടങ്ങിയ നിസ്കാരങ്ങളെ സംബന്ധിച്ചും ചെറിയ രൂപത്തിൽ നമ്മൾ അതിന്റെ രൂപവും ശ്രേഷ്ഠതകളുമൊക്കെ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് മറ്റു 2-3 സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ച് അഥവാ ഇസ്തിഖാറത്തിന്റെ സുന്നത്ത് നിസ്കാരം, സ്വലാത്തു തസ്ബീഹ്, അതുപോലെ തന്നെ വുളൂഇന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം എന്നീ നിസ്കാരങ്ങളെ സംബന്ധിച്ചാണ് ചെറിയ രൂപത്തിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഭംഗിയായി അത് പറഞ്ഞു തരാനും പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കാനും നമുക്കൊക്കെയും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വുളൂഇന്റെ ശേഷം 2 റക്അത്ത് നിസ്കാരം സുന്നത്തുണ്ട് എന്ന് ഫത്ഹുൽ മുഈൻ തൊട്ട് ഷാഫി മദ്ഹബിലെ മിക്ക ഫിഖ്ഹിന്റെ കിതാബുകളിലും നമുക്ക് കാണാൻ സാധിക്കും. വുളൂ ചെയ്ത ശേഷം രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. സാധാരണ നിസ്കരിക്കുന്നത് പോലെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം ഏത് സൂറത്തും ഓതാവുന്നതാണ്. എന്നാൽ മഹാനായ ഹബീബ് താഹിർ ബിൻ ഹുസൈൻ ബഅലവി എന്നവർ തന്റെ മസ്ലക്കുൽ ഖരീബ് എന്ന അൽ മസ്ലക്കുൽ ഖരീബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി ഇആനത്തിൽ കാണാൻ സാധിക്കുന്നു. വയഖറഉ ഫിൽ ഊലാ മിൻഹുമാ ബഅദൽ ഫാത്തിഹതി വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്നുള്ള ആയത്ത് ഓതൽ പ്രത്യേകിച്ച് സുന്നത്തുണ്ട് ഫാത്തിഹ സൂറത്തിന് ശേഷം. അതിനുശേഷം വയഖൂലു അസ്തഗ്ഫിറുല്ലാഹ സലാസൻ സുമ്മ യഖറഉ അൽ കാഫിറൂൻ 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തിയ ശേഷം സൂറത്തുൽ കാഫിറൂൻ ഓതുകയും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തിന് ശേഷം ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما എന്നുള്ള ആയത്ത് ഓതിയ ശേഷം 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുകയും അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയും ചെയ്യണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കുന്നു. നിസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ളീഖി ദുനിയ വ ളീഖി യൗമൽ ഖിയാമ എന്ന് 10 പ്രാവശ്യം ചൊല്ലണം എന്നും പ്രത്യേകിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോ വുളൂ ചെയ്ത ശേഷം സാധാരണ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك എന്ന ദുആ സാധാരണ നാം ചൊല്ലുന്നതാണ്, അല്ലെങ്കിൽ ചൊല്ലൽ സുന്നത്തുള്ളതാണ്.
അത് നിസ്കാരത്തിലല്ലാതെ വുളൂ ചെയ്ത ഉടനെ സുന്നത്തുള്ള ദുആ ആണ്. അതിന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിക്കുകയും ആ നിസ്കാരത്തിന് ശേഷം അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ളീഖിദ് ദുനിയ വളീഖി യൗമൽ ഖിയാമ എന്നീ പറഞ്ഞ ദിക്റുകളും ദുആയും 10 പ്രാവശ്യം വീതം ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് കാണുന്നു. അപ്പോ വുളൂഇന്റെ ശേഷം സാധാരണ പ്രത്യേകിച്ച് കേരളത്തിൽ സാധാരണക്കാരായ ആളുകളൊന്നും ഇത്തരത്തിലുള്ള ഒരു സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. എന്നാൽ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ വുളൂഇന്റെ ശേഷം ഈ നിസ്കാരങ്ങൾ നിർവഹിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ വുളൂഇന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ദുനിയാവിലെയും ആഖിറത്തിലെയും പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ അത് ഉപകാരമാകും എന്നും ഇവിടെ പഠിപ്പിക്കപ്പെട്ട ദുആയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിഖാറ. സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ നാം ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ കാര്യം ഇപ്പോൾ ചെയ്യൽ ഗുണകരമാണോ അതല്ല പിന്നെ ചെയ്യലാണോ നല്ലത്, അതല്ലെങ്കിൽ 2 കാര്യങ്ങൾ തന്റെ മുന്നിലുണ്ട്, അതിൽ ഏതാണ് ചെയ്യേണ്ടതെന്ന് തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അവനൊരു തിരിച്ചറിയായ്മ വന്നു, ഒരു കൺഫ്യൂഷൻ വന്നു. എന്നാൽ അതിൽ ഏതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് അതിൽ നല്ലത് തനിക്ക് മനസ്സിൽ തോന്നിപ്പിച്ചു തരാൻ വേണ്ടി ഉള്ള ദുആ ആണ് യഥാർത്ഥത്തിൽ സ്വലാത്തുൽ ഇസ്തിഖാറത്ത്. ഒന്നുകിൽ തന്റെ മുമ്പിൽ 2 അല്ലെങ്കിൽ 2-ലധികമോ കാര്യങ്ങൾ വരികയും അതിൽ നിന്ന് ഏതാണ് ചെയ്യേണ്ടത്, എല്ലാം കൂടെ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എല്ലാം കൂടെ ചെയ്യേണ്ടതില്ല. ഉദാഹരണത്തിന്, അവൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു, 2 പെൺകുട്ടികളെ അവന് വേണ്ടി കല്യാണം അന്വേഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പെണ്ണാകുമ്പോൾ പ്രത്യക്ഷത്തിൽ അനുയോജ്യരായി തോന്നുന്ന 2 ആളുകൾ തന്നെ കല്യാണം അന്വേഷിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഏതിനെയാണ് തെരഞ്ഞെടുക്കേണ്ടത്, ഏതിനാണ് സമ്മതം മൂളേണ്ടത് എന്ന് ഒരു തിരിച്ചറിയായ്മ വരുന്ന സമയത്ത് അവൻ 2 റക്അത്ത് നിസ്കരിക്കുകയും ആ നിസ്കാരത്തിന് ശേഷം ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട പ്രത്യേകമായ പ്രാർത്ഥന നടത്തുകയും ചെയ്ത ശേഷം അവന്റെ മനസ്സിൽ ഏതു കാര്യമാണോ തെളിഞ്ഞു വരുന്നത് എങ്കിൽ അതുപ്രകാരം അവൻ ചെയ്യണം എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ അത് സംബന്ധമായി നടത്തിയ ചർച്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ ഗൾഫിലുള്ള നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്, നാട്ടിലേക്ക് ഉദാഹരണത്തിന് ഈ പെരുന്നാളിന് പോണോ അതല്ല അടുത്ത പെരുന്നാളിന് പോണോ എന്ന് 2 ഡേറ്റ് നമ്മുടെ മുമ്പിൽ കമ്പനി അല്ലെങ്കിൽ സ്പോൺസർ അനുവദിച്ചിട്ടുണ്ട്. 2ൽ നിന്ന് ഏത് തെരഞ്ഞെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അപ്പൊ ഏത് സമയത്ത് പോകലാണ് കൂടുതൽ ഖൈറ്? അതല്ലെങ്കിൽ ഒരാൾ ഹജ്ജിനോ ഉംറക്കോ പോവുകയാണ്,
അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഇപ്രാവശ്യം പോകണോ അതല്ല അടുത്ത പ്രാവശ്യം പോകണോ, ഏതാണ് ഖൈറ്? ഒരാൾ അയാളുടെ ഉമ്മയോ ബാപ്പയോ പ്രായാധിക്യം ബാധിച്ച് കിടപ്പുണ്ട്. ആ സമയത്താണെങ്കിൽ അവന് ഹജ്ജ് നിർബന്ധമായിട്ടും ഉണ്ട്. അങ്ങനെയാകുമ്പോൾ അവൻ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഹജ്ജ് അതിന് വാസിയായ സമയമുണ്ട്. ആയുസ്സിൽ ഒരിക്കൽ നിർവഹിച്ചാൽ മതി. ഈ വർഷം അതിനവന് സൗകര്യം ഉണ്ടായി അഥവാ ഇസ്തിതാഅത്തുണ്ടായാൽ ഈ വർഷം തന്നെ നിർവഹിക്കൽ നിർബന്ധമില്ല. അങ്ങനെ വരുമ്പോൾ അവന്റെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും അല്ലെങ്കിൽ രണ്ടുപേരോ ഒക്കെ വാർദ്ധക്യ സഹജമായി വിഷമം പിടിച്ച് കിടപ്പിലാണ്. അപ്പൊ ഞാൻ ഉമ്മാനെ നോക്കണോ അല്ല ഉപ്പാനെ ശ്രദ്ധിക്കണോ അതല്ല ഹജ്ജിന് പോകണോ എന്നുള്ള ഒരു തിരിച്ചറിയായ്മ, ഒരു കൺഫ്യൂഷൻ അവന്റെ മുമ്പിൽ വന്നാൽ അത് തെരഞ്ഞെടുക്കാനൊക്കെ അവൻ ഇസ്തിഖാറത്ത് നിർവഹിക്കണം. 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രത്യേകമായ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ആ പ്രാർത്ഥന നിർവഹിക്കണം. എന്നിട്ട് അവന്റെ ഖൽബിലേക്ക്, അവന്റെ മനസ്സിലേക്ക് ഏത് കാര്യമാണ് മുൻതൂക്കമായി വരുന്നത് എങ്കിൽ അതനുസരിച്ച് അവൻ നീങ്ങണം. ഒരു പ്രാവശ്യം നിർവഹിച്ചിട്ട് അവന് പ്രത്യേകിച്ചൊന്നും അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നില്ല എങ്കിൽ ഒന്നുകൂടെ നിർവഹിക്കണം. അങ്ങനെ 2 3 തവണ ഈ നിസ്കാരവും ദുആയും ആവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ തെളിച്ചു തരാൻ അവൻ ആത്മാർത്ഥമായി ദുആ ചെയ്താൽ തീർച്ചയായും അവന്റെ മനസ്സിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറായ കാര്യത്തെ തോന്നിപ്പിച്ചു തരുന്നതാണ്. അതനുസരിച്ചാണ് അവൻ നീങ്ങേണ്ടത് എന്നും മഹാന്മാരായ ഇമാമുകൾ അവരുടെ കിതാബുകളിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഫത്ഹുൽ മുഈൻ തൊട്ട് മേലോട്ടുള്ള തുഹ്ഫയടക്കമുള്ള ശാഫിഈ മദ്ഹബിലെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നു. രണ്ട് റക്അത്ത് നിസ്കരിച്ച ശേഷം ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതിനുശേഷം നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ശേഷം അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക بعلمك وأستقدرك بقدرتك وأسألك من فضلك العظيم فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري فاقدره لي ويسره لي ثم بارك لي فيه اللهم وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فاصرفه عني وصرفني عنه واقدر لي الخير حيث كان ثم ارضني به എന്ന് ദുആ ചെയ്യണം എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ മുഹദ്ദിസീങ്ങൾ അവരുടെ കിതാബുകളിൽ റിവായത്ത് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ദുആയിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅല്ലിമുനൽ ഇസ്തിഖാറത ഫിൽ ഉമൂരി കുല്ലിഹാ എല്ലാ കാര്യങ്ങളിലും ഇസ്തിഖാറത്ത് നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആനി ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അതേ പ്രാധാന്യത്തോടുകൂടി ഇസ്തിഖാറത്ത് നിർവഹിക്കുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: യഖൂലു, തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരാറുണ്ടായിരുന്നു, ഇദാ ഹമ്മ അഹദുകും ബിൽ അംരി, നിങ്ങളിൽ ഒരാൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഫൽയർക റകഅതൈനി മിൻ ഗൈരിൽ ഫരീള, അവൻ ഫർളല്ലാത്ത 2 റക്അത്ത് നിസ്കരിക്കട്ടെ, അഥവാ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കട്ടെ. സുമ്മൽ യഖുൽ, ആ നിസ്കാരത്തിന് ശേഷം അവൻ പ്രാർത്ഥിക്കട്ടെ, പറയട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക, അല്ലാഹുവേ നിന്റെ അറിവ് കൊണ്ട് ഞാൻ നിന്നോട് ഖൈർ വേർതിരിച്ചു തരാൻ ആവശ്യപ്പെടുന്നു, ഞാൻ നിന്നോട് ഖൈറിനെ തേടുന്നു. ഏതാണ് ഖൈർ എന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ നിന്നോട് റബ്ബേ ഞാൻ ദുആ ചെയ്യുന്നു. ബിഇൽമിക, നിന്റെ ഇൽമു കൊണ്ട്, അഥവാ അല്ലാഹുവേ നീ എല്ലാ കാര്യവും കൃത്യമായി അറിയുന്നവനാണ്. ഞാൻ ഈ കാര്യം ഇപ്പോൾ ചെയ്യലാണോ ഖൈർ, അതല്ല പിന്നെ ചെയ്യലാണോ ഖൈർ, അതല്ലെങ്കിൽ ഈ 2 കാര്യത്തിൽ നിന്ന് ഏത് ചെയ്യലാണ് ഖൈർ എന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയോലോ റബ്ബേ, എനിക്കതറിയില്ല. അതുകൊണ്ട് നിന്റെ ഇൽമു കൊണ്ട് ഞാൻ നിന്നോട് ഖൈർ ചോദിക്കുകയാണ്. വ അസ്തഖ്ദിറുക ബിഖുദ്റതിക, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എല്ലാ കാര്യവും ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിവില്ല, നീ കഴിവ് തന്നാൽ മാത്രമേ എനിക്ക് കഴിവുണ്ടാവുകയുള്ളൂ. ആയതുകൊണ്ട് നീ എനിക്ക് ഈ കാര്യത്തിന് കഴിവ് തരണം, അത് ചെയ്യാൻ എന്നെ സഹായിക്കണം എന്നും ഞാൻ അല്ലാഹുവേ നിന്നോട് തേടുകയാണ്. വ അസ്അലുക മിൻ ഫദ്ലിക്കൽ അലീം, നിന്റെ മഹത്തായ ഔദാര്യത്തിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് യാചിക്കുകയാണ്, ചോദിക്കുകയാണ്. ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിർ, കാരണം നിനക്ക് എല്ലാറ്റിനും കഴിയും, എനിക്കൊന്നിനും കഴിയില്ല റബ്ബേ. വ തഅലമു വലാ അഅലം, നിനക്കെല്ലാം അറിയാം, എനിക്കൊന്നും അറിയില്ല തമ്പുരാനെ. വ അൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയുന്നവനാണ്. എന്റെ കൺമുമ്പിലുള്ള കാര്യങ്ങളിൽ ചിലതു മാത്രമേ എനിക്കറിയുകയുള്ളൂ, പക്ഷേ നീ മറഞ്ഞതും തെളിഞ്ഞതും എല്ലാം ഒരുപോലെ അറിയുന്നവനാണല്ലോ തമ്പുരാനെ. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ, അല്ലാഹുവേ ഈ കാര്യം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ ഏതാണ് കാര്യം, അവൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെങ്കിൽ അത് അവിടെ പറയണം എന്നാണ്. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു, 2 പെൺകുട്ടികളെ കല്യാണം അവനു വേണ്ടി അന്വേഷിക്കുന്നു, അതിലേതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് തിരിച്ചറിയാതെ വരുമ്പോ, അല്ലെങ്കിൽ അതിലൊരു വിഷമം നേരിടുമ്പോ, അവൻ ഈ ദുആയിൽ പറയേണ്ടത്, അല്ലാഹുവേ ഞാൻ ഈ കല്യാണം നിശ്ചയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുള്ള, ആലോചിച്ചിട്ടുള്ള ഈ 2 കുട്ടികളിൽ ഏതിനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് നിനക്കറിയാമല്ലോ. ആയതുകൊണ്ട് അതിൽ ഞാൻ ഏത് തെരഞ്ഞെടുക്കലാണ് എന്റെ ജീവിതത്തിൽ ഗുണകരമായി വരുന്നത് എങ്കിൽ, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൽ ലീ ഫീ ദീനി വ മആശി, അല്ലാഹുവേ ഞാൻ ഈ കുട്ടിയെ കല്യാണം കഴിക്കലാണ് എന്റെ ജീവിതത്തിൽ ഖൈറാകുന്നത് എങ്കിൽ, എന്റെ ദീനിലും എന്റെ ജീവിത കാര്യങ്ങളിലും എന്റെ കാര്യങ്ങളുടെ സുഖകരമായ പരിസമാപ്തിക്കും അതാണ് ഗുണകരം എങ്കിൽ, അല്ലെങ്കിൽ അവൻ പറയേണ്ടത് ഫീ ആജിലി അംരി വ ആജിലിഹി എന്നാണ് ഹദീസിൽ. അങ്ങനെയും കാണാം. ഒന്നുകിൽ അവൻ പറയേണ്ടത് ഖൈറുൽ ലീ ഫീ ദീനി വ മആശി വ ആഖിബത്തി അംരി എന്നാണ്, അല്ലെങ്കിൽ ഖൈറുൽ ലീ ഫീ ദീനി വ മആശി ആജിലിഹി വ ആജിലിഹി എന്നാണ് പറയേണ്ടത്. 2 രൂപത്തിലുമാകാവുന്നതാണ്. ആജിലിഹി, ആജിലി അംരി വ ആജിലിഹി എന്നാകുമ്പോൾ അതിന്റെ അർത്ഥം എന്റെ വർത്തമാന കാര്യങ്ങളിലും വരാനിരിക്കുന്ന കാര്യങ്ങളിലും ഏതിലും എനിക്ക് ഗുണകരമായി ഭവിക്കാനുള്ളത് ഏതാണ് എങ്കിൽ ഫഖ്ദുർഹുലി, അതിനെ എനിക്ക് നീ കണക്കാക്കി നിശ്ചയിച്ചു തരണമേ. വയസ്സിർലി, എന്നിട്ടതെനിക്ക് നീ പ്രയാസരഹിതമായി നിർവഹിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ. സുമ്മ ബാരിക് ലീ ഫീഹി, പിന്നെ എനിക്ക് നീ അതിൽ ബറക്കത്ത് നൽകുകയും ചെയ്യണമേ. അല്ലാഹുമ്മ വ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ, അല്ലാഹുവേ
ഞാനീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അവിടെയും അവൻ ഏതാണ് കാര്യമെങ്കിൽ അത് വ്യക്തമാക്കി പറയണം. ഈ കാര്യം ഞാൻ നിർവഹിക്കുന്നത് ഷർറുല്ലി ഫീ ദീനി, എന്റെ ദീനിൽ എനിക്ക് ദോഷകരമായി ബാധിക്കുമെന്നാണ് നിന്റെ അറിവിലുള്ളത് എങ്കിൽ, വമആശി ഫീ ദീനി, എന്റെ ദീൻ കാര്യങ്ങളിലും, വമആശി എന്റെ ജീവിതത്തിന്റെ കാര്യങ്ങളിലും, വആഖിബത്തി അംരി, എന്റെ കാര്യങ്ങളുടെ ഗുണകരമായ പരിസമാപ്തിക്കും ഇത് ദോഷകരമായിട്ടാണ് സംഭവിക്കുക എങ്കിൽ, ഫസുരിഫുഹു അന്നി, ഇതിനെ എന്നെ തൊട്ട് നീ തിരിച്ചു കളയണേ തമ്പുരാനെ, വസുരിഫിനി അൻഹു, അതിനെ തൊട്ട് എന്നെയും നീ മാറ്റി നിർത്തേണമേ, വഖുദുർലിയൽ ഖൈറ ഹൈതു കാന, എവിടെയാണ് ഖൈറുള്ളത് എങ്കിൽ അത് നീ എനിക്ക് കണക്കാക്കി തരികയും ചെയ്യണേ, സുമ്മർലിനി ബിഹി, പിന്നെ അതുകൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്നാണ് അവൻ ദുആ ചെയ്യേണ്ടത്. ദുആ ഉൽ ഇസ്തിഖാറ എന്ന് ഇന്റർനെറ്റിൽ അടിച്ചാലും കിട്ടും. അതല്ലെങ്കിൽ ചെറിയ പള്ളികളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കിതാബുകളിൽ അഥവാ 5-6 പേജുകളിൽ ചെറുതായി ബുക്ക്ലെറ്റായിട്ട് ഇറക്കുന്ന പുസ്തകങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ദുആ ഉൽ ഇസ്തിഖാറത്ത്. വളരെ പ്രധാനപ്പെട്ട ദുആ ആണ്. അങ്ങനെ അവൻ നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും എന്നാണ് ഈ ഹദീസിന്റെ, ഈ ദുആഇന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദുആ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലികൽ അളീം ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിർ വതഅലമു വലാ അഅലം വഅൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവൻ ഏത് കാര്യമാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാര്യം അവിടെ ചേർക്കുക. അതിനുശേഷം ഖൈറുല്ലി ഫീ ദീനി വമആശി വആഖിബത്തി അംരി ഫഖ്ദിറുഹു ലീ വയസ്സിറുഹു ലീ സുമ്മ ബാരിക് ലീ ഫീഹി. അല്ലാഹുമ്മ വഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ, അവിടെയും അവന്റെ കാര്യം ചേർക്കണം. ഏത് കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതവിടെ ചേർക്കുക. എന്നിട്ട് ഷർറുല്ലി ഫീ ദീനി വമആശി വആഖിബത്തി അംരി ഫസ്രിഫുഹു അന്നി വസ്രിഫ്നി അൻഹു വഖ്ദിർലി അൽ ഖൈറ ഹൈതു കാന സുമ്മർലിനി ബിഹി എന്നാണ് ദുആ ചെയ്യേണ്ടത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോ ഇതാണ് ദുആ ഉൽ ഇസ്തിഖാറത്ത്. ഏതൊരു കാര്യം ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഖൈറിനെ തേടുക എന്നാണ്. എവിടെയാണ് ഖൈറുള്ളത് എന്ന് നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പരിമിതമായ അറിവ് മാത്രമേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ സൃഷ്ടാവായ അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവേ ഞാൻ ഏതാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിനോട് ഖൈറിനെ ചോദിക്കുകയും ഇസ്തിഖാറത്ത് നടത്തുകയും അതോടൊപ്പം അഹ്ലുൽ ഖൈരി വസ്സലാഹിനോട് മുശാവറ നടത്തുകയും ചെയ്യണം എന്നുണ്ട്. ഇസ്തിഖാറത്ത് അള്ളാഹുവിനോട് ഇസ്തിഖാറത്ത് നടത്തുന്നതോടൊപ്പം ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നയാൾ അത് ചെയ്യുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കുന്നതിന്റെ മുമ്പ് അഹ്ലുൽ ഖൈരി വസ്സലാഹിനോട് അഥവാ അവന്റെ മുമ്പിൽ ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ ആലിമീങ്ങളായ ആളുകളോട്, വെറും ആലിമീങ്ങൾ എന്ന് പറയാൻ നിവൃത്തില്ല. കാരണം ആലിമീങ്ങൾ എന്ന പേരിൽ പലരെയും നമുക്ക് നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് കേവലം ആലിമീങ്ങളോട് ചോദിക്കുക എന്ന് പണ്ടൊക്കെ പറയാൻ സാധിക്കുമെന്നു ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റൂല. ഏത് കാര്യമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ കാര്യത്തിൽ അഹ്ലുൽ ഖൈരി വസ്സലാഹിനോട്, എനിക്ക് തോന്നുന്നു ആ പദം അങ്ങനെ തന്നെ ഉപയോഗിക്കലാണ് നല്ലത് എന്ന്. മലയാളത്തിൽ അതിന് പറയുമ്പോ
നമുക്ക് നന്മ ആഗ്രഹിക്കുന്ന ആളുകളോട്, ഗുണകാംക്ഷികളായ ആളുകളോട് ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിച്ചു ജീവിക്കുകയും അവർ നമ്മുടെ ഗുണകാംക്ഷികളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ആളുകളോട് മുശാവറ നടത്തണം എന്നും കാണാൻ സാധിക്കും. ഒരു കാര്യം തീരുമാനിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു പരിശുദ്ധ ഖുർആനിൽ. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംരി ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. സൂറത്തു ആലി ഇംറാനിൽ 159-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മോശമായി പെരുമാറുന്ന, തങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന, പല കാര്യങ്ങളിലും തങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളോടൊക്കെ നബി അവർക്കൊക്കെ മാപ്പ് കൊടുക്കൂ, അവർക്കൊക്കെ പുറത്തു കൊടുക്കൂ, അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തോടൂ. എന്നിട്ട് വശാവിർഹും ഫിൽ അംരി, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമൂഹത്തിനെ നേർമാർഗത്തിലാക്കാൻ വേണ്ടി നിയോഗിച്ചവരാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിൽ പറഞ്ഞത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100% സന്മാർഗത്തിലൂടെ മാത്രമാണ് ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് തന്നെയാണ് ശരി. കാരണം അത് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നതാണ് നബി പറയുന്നത്. അല്ലാഹു തആല നിർദ്ദേശിക്കുന്ന രൂപത്തിലാണ് നബി പ്രബോധനം നടത്തുന്നത്, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തെറ്റാനോ പിഴച്ചുപോകാനോ ഒരു നിവൃത്തിയില്ല. അല്ലാഹു തആല സർട്ടിഫൈ ചെയ്യാണ്, മാ ളല്ല സാഹിബുക്കും വമാ ഗവാ, നിങ്ങളുടെ സാഹിബ് അഥവാ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദുർമാർഗത്തിലും പോയിട്ടില്ല, ഒരു കാര്യത്തിലും വാക്കിലോ പ്രവൃത്തിയിലോ അവിടത്തേക്ക് പിഴവും പറ്റിയിട്ടില്ല. അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റാണ്. അപ്പൊ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിന്റെ സംസ്കരണത്തിനു വേണ്ടി, സമൂഹത്തെ സംസ്കരിക്കാൻ വേണ്ടി നിയോഗിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഒരു അക്ഷരത്തെറ്റ് പോലും സംഭവിച്ചിട്ടില്ല എന്ന് അല്ലാഹു തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടും മറ്റുള്ളവർക്കൊക്കെ തെറ്റു സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും അല്ലാഹു തആല ആവശ്യപ്പെടുന്നത് ഷാവിറുഹും ഫിൽ അംരി, നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന്റെ മുമ്പ് റസൂലേ നിങ്ങളുടെ അനുയായികളോടും ഒരു മുഷാവറ നടത്തുക. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ആളുകളുടെ ജീവിതത്തിൽ തീരെ ഇല്ലാത്ത ഒരു കാര്യമാണ് മുഷാവറ എന്നുള്ളത്. നമ്മൾ മുഷാവറ എന്ന് പറയുമ്പോൾ സമസ്തക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണ്. സമസ്തന്റെ മുഷാവറയെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുള്ളൂ എന്ന് തോന്നിപ്പോകും. നമ്മൾ മുഷാവറ എന്നാകെ കേട്ടിട്ടുള്ളത് സമസ്തന്റെ മുഷാവറിനെ കുറിച്ചാണ്. ഷാവിറുഹും ഫിൽ അംരി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എല്ലാരോടുമാണ്. എല്ലാ മുഅ്മിനീങ്ങളും അതിന് ബാധ്യസ്ഥരാണ്, അത് നിർവഹിക്കേണ്ടവരാണ്. എന്ന് വെച്ചാൽ സമസ്ത എടുക്കുന്ന തീരുമാനം എല്ലാവരും എടുക്കണം എന്നല്ല. സമസ്ത എടുക്കുന്ന തീരുമാനം അത് സമസ്തന്നെ എടുക്കണം, സമസ്തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അത് വേറുള്ളവരെടുത്താല് പോലെ ആപ്പിലാകും. അതാണ് ഇപ്പൊ നമ്മൾ കാണേണ്ടത്. നമ്മളങ്ങോട്ട് പോണില്ല. ഇവിടെ ഷാവിറുഹും ഫിൽ അംരി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ
ചെറുതോ വലുതോ ആയ എന്ത് കാര്യങ്ങളുണ്ടാകുമ്പോഴും ആ കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിനോട് ഇസ്തിഖാറത്ത് നടത്തണം. അതോടൊപ്പം അഹ്ലുൽ ഖൈരി വസ്സലാഹിനോട്, നന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്നവരോട്, തന്റെ ജീവിതത്തിൽ ഗുണകാംക്ഷ ആഗ്രഹിക്കുന്നവരോട്, ഗുണകാംക്ഷികളായ ആളുകളോട് കൂടിയാലോചന നടത്തണം. അതാണ് ഇവിടെ പറഞ്ഞ മുഷാവറിന്റെ ഉദ്ദേശ്യം. അല്ലാതെ സമസ്തെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നമ്മൾ കണ്ടെടുക്കുക എന്നുള്ളതല്ല. അങ്ങനെ നമുക്കറിയാലോ, കുറെ ആൾക്കാർ മാസം ഉറപ്പിച്ചു നോക്കി സമസ്തെടുക്കേണ്ട തീരുമാനമാണ്, ഖാദിമാരെടുക്കേണ്ട തീരുമാനമാണ്, അപ്പോ അത് വേറുള്ളവരെടുത്തപ്പോ ശരിയാവില്ല എന്ന് ഓൽക്ക് തന്നെ മനസ്സിലായി. അൽഹംദുലില്ലാ, പിന്നെ ഓലോട്ടെടുത്തിട്ടുമില്ല. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഇനിയും പലതുമൊക്കെ തീരുമാനമാകാണ്ട് നമ്മളെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോ ഏത് കാര്യങ്ങളിലും അവനവൻ അഹ്ലുൽ ഖൈരി വസ്സലാഹിനോട്, നന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്നവരോട്, തന്റെ ഗുണകാംക്ഷികളായ ആളുകളോട് മുശാവറ നടത്തണം, കൂടിയാലോചന നടത്തണം. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും അല്ലാഹു തആല പറഞ്ഞത് വശാവിറുഹും ഫിൽ അംരി എന്നാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിർബന്ധമായും അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ മുശാവറ നടത്തുകയും, ഈ മുശാവറയുടെ കാര്യത്തിൽ പല ആളുകൾക്കും പല അബദ്ധങ്ങളും പറ്റുന്നത് മുശാവറ ഇല്ലാത്തതിന്റെ പേരിലാണ്. സ്വന്തം ബാപ്പാനോട് പോലും അന്വേഷിക്കാതെയാണ് പലരും കാര്യങ്ങൾ നിർവഹിക്കാറുള്ളത്. കാര്യങ്ങൾ വളരെ കർശനമായി പാലിക്കണമെന്ന് നിർബന്ധമുള്ളവരായിരിക്കും ഒരുപക്ഷെ തങ്ങളുടെ പിതാവ് ബാപ്പ എന്നതുകൊണ്ട് പല കാര്യങ്ങളും ബാപ്പാനോട് അന്വേഷിക്കാതെ മക്കൾ നിർവഹിക്കും. അത് മിക്കവാറും ഒക്കെ പ്രശ്നത്തിലാകും ചെയ്യും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതൊക്കെ ചെയ്തതിനു ശേഷം നമുക്കെന്തെങ്കിലും പിഴവ് പറ്റിയാലും അതിൽ നമ്മൾ കുറ്റക്കാരാകില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി എളുപ്പമാക്കി തരുകയും ചെയ്യും. കാരണം നമ്മൾ അല്ലാഹുവിനോട് ഇസ്തിഖാറത്ത് നടത്തുകയും അല്ലാഹു തആല കൽപ്പിച്ച മുശാവറ നടത്തുകയും ചെയ്ത ശേഷമാണ് നമ്മളൊരു കാര്യം ആരംഭിച്ചത്. പിന്നീട് അതിൽ നമുക്ക് അതൊരു കച്ചവടമാണെങ്കിൽ നഷ്ടം പറ്റുകയോ, കല്യാണമാണെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ, യാത്രയാണെങ്കിൽ അതിൽ ദുരിതങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്താലും അതിൽ നമ്മൾ തെറ്റുകാരാകുന്നില്ല. കാരണം അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾ പാലിച്ചു, അള്ളാഹുവിനോട് ഇസ്തിഖാറത്ത് നടത്തി. അതോടൊപ്പം ഗുണകാംക്ഷികളായ, നന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്ന മഹാന്മാരായ ആളുകളോട് നമ്മൾ കൂടിയാലോചന നടത്തുകയും ചെയ്തു. ഇനി അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും അതിൽ നമ്മൾ കുറ്റക്കാരാകില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഒരു തുറവടിപ്പാട്, പഴയ ഉസ്താദന്മാർ പറയാം അങ്ങനെയാ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരികയും ചെയ്യും എന്നാണ് ഇത് സംബന്ധമായി നടത്തിയ ചർച്ചയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ നിസ്കാരത്തിന്റെ കാര്യത്തിലും ഞാനടക്കമുള്ള എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് ഒരു സഹോദരൻ എന്ന നിലക്ക് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അടുത്ത ഒരു നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത് സ്വലാത്തു തസ്ബീഹാണ്. തസ്ബീഹ് നിസ്കാരം വളരെ പ്രാധാന്യത്തോടുകൂടി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ട ഒരു നിസ്കാരമാണ് സ്വലാത്തു തസ്ബീഹ്. ആധുനികരായ ചില ആളുകളൊക്കെ അതിനെ എതിർക്കാറുണ്ട് എന്നുള്ള വസ്തുത നിലനിർത്തിക്കൊണ്ട് തന്നെ മഹാന്മാരായ ഫിഖ്ഹിന്റെ ഉലമാക്കളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിനെ ആധാരമാക്കി വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇബാദത്താണ് സ്വലാത്തു തസ്ബീഹ് എന്ന് പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട്
വളരെയേറെ ഗൗരവത്തോടുകൂടി ഉണർത്തിയ അല്ലെങ്കിൽ പഠിപ്പിച്ച ഒരു നിസ്കാരമാണ് സ്വലാത്തു തസ്ബീഹ്. പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടാനും അവന്റെ ജീവിതത്തിൽ കൂടുതൽ ഖൈറും സലാഹും ഉണ്ടാകാനുമൊക്കെ സ്വലാത്തു തസ്ബീഹ് വളരെ ഉപകാരപ്രദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രൂപം തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നത്, യാ അബ്ബാസു യാ അമ്മാ അലാ ഉഅതീക അലാ അംനഹുക അലാ അഹ്ബൂക അലാ അഫ്അലു ലക അശ്റ ഖിസാലിൻ ഇദാ അൻത ഫഅൽത ദാലിക ഗഫറല്ലാഹു ദംബക അവ്വലഹു വആഖിറഹു വഖദീമഹു വഹദീഥഹു വഖതഅഹു വഅംദഹു വസഗീറഹു വകബീറഹു വസിറഹു വഅലാനിയതഹു എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നിസ്കാരത്തെ അവിടുത്തെ പിതൃവ്യരായിരുന്ന മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാഇലും ഇതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തതായി കാണാൻ സാധിക്കും. നിസ്കാരം കറാഹത്തില്ലാത്ത ഏത് സമയത്തും ഇത് നിർവഹിക്കാവുന്നതാണ്. ഹദീസിലുള്ളത് നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് എല്ലാ ദിവസവും നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലാണെങ്കിൽ അങ്ങനെ, അതിനും സാധിക്കില്ലെങ്കിൽ മാസത്തിലൊരിക്കൽ, അതിനും സാധിക്കില്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ, ഇനി അതിനും കഴിയില്ലെങ്കിൽ ആയുസ്സിലൊരിക്കലെങ്കിലും ഇത് നിർവഹിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിപ്പിച്ചതായി നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നു. നിസ്കാരത്തിന്റെ രൂപവും ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, നിങ്ങൾക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ ഞാൻ നൽകട്ടെയോ? നിങ്ങളെ ഞാൻ എല്ലാ വിപത്തുക്കളെ തൊട്ടും കാത്തുരക്ഷിക്കുന്ന ഒരു രക്ഷാകവചം അങ്ങേക്ക് നൽകട്ടെയോ? ഈ കാര്യം നിങ്ങൾ നിർവഹിക്കുന്ന പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരുന്നതാണ്. തുടക്കത്തിൽ സംഭവിച്ചതും ഒടുക്കത്തിൽ സംഭവിച്ചതും പഴയതും പുതിയതുമായ മനഃപൂർവവും അല്ലാതെയും സംഭവിച്ച, രഹസ്യമായും പരസ്യമായും സംഭവിച്ച എല്ലാത്തരം തെറ്റുകളും അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. അതിന് നിങ്ങൾ ആകെ നിർവഹിക്കേണ്ടത് തുസല്ലി 4 റക്അത്തിൻ, 4 റക്അത്ത് നിസ്കരിക്കുക. തഖറഉ ഫീ കുല്ലി റക്അത്തിൻ ഫാത്തിഹത്തുൽ കിതാബ്, ഓരോ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതുക. വസൂറത്തൻ, പിന്നെ ഒരു സൂറത്തും ഓതുക. ഫഇദാ ഫറഗ്ത മിനൽ ഖിറാഅ, ഖുർആൻ പാരായണത്തിൽ നിന്ന് അഥവാ സൂറത്തുൽ ഫാത്തിഹ പിന്നെയുള്ള സൂറത്തും നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ, ഫി അവ്വലി റക്അത്തിൻ, റക്അത്തിന്റെ ആദ്യത്തിൽ അങ്ങനെ നിങ്ങൾ ഖുർആൻ പാരായണം കഴിഞ്ഞാൽ അഥവാ സൂറത്തുൽ ഫാത്തിഹ ഒരു സൂറത്തും ഓതിയാൽ, വഅൻത ഖായിമുൻ, നിങ്ങൾ നിന്നുകൊണ്ട് തന്നെ, തഖൂലു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 15 മറത്തൻ 15 പ്രാവശ്യം പറയുക. അപ്പോ ഫാത്തിഹയും സൂറത്തും ഓതിയ ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് 15 പ്രാവശ്യം നിർവഹിക്കുക. സുമ്മ തർക്കഉ, പിന്നെ നിങ്ങൾ റുക്ഊ ചെയ്യുക. ഫതഖൂലുഹ,
ഇതേ ദിക്റിനെ നിങ്ങൾ പറയുക. അഥവാ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് അൻത റാകിഉൻ റുകൂഇലായിരിക്കെ നിങ്ങൾ അങ്ങനെ 10 മർറാത്തിൻ 10 പ്രാവശ്യം ചൊല്ലുക. സുമ്മ തർഫഉ മിനർ റുകൂഇ ഫതഖൂലുഹാ ഖായിമൻ, പിന്നെ റുകൂഇൽ നിന്ന് ഉയർന്നുകൊണ്ട് എഴുത്തിദാലിൽ ആയിരിക്കെ 10 പ്രാവശ്യം ഇതേ തസ്ബീഹ് ചൊല്ലുക. സുമ്മ തസ്ജുദു ഫതഖൂലുഹാ 10, പിന്നെ സുജൂദ് ചെയ്തുകൊണ്ട് സുജൂദിലായിരിക്കെ സുജൂദിലുള്ള സാധാരണ ദിക്റുകൾ കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. 10 പ്രാവശ്യം. ഫദാലിക 75 ഫീ കുല്ലി റക്അ, ഇത് എല്ലാ റക്അത്തിലും 75 പ്രാവശ്യം വീതം ആയി. 4 റക്അത്താണ്. ഒന്നുകൂടെ പറയുന്നു, ഫാത്തിഹ സൂറത്തും ഒന്നുകൂടെ ആദ്യം മുതൽ പറയാം. സ്വലാത്തു തസ്ബീഹ് ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് ചെയ്തുകൊണ്ട്, ഇത് പകലിലാണെങ്കിൽ 4 റക്അത്തും ഒന്നിച്ചു നിസ്കരിക്കാം എന്നുമുണ്ട്. രാത്രിയാണെങ്കിൽ ഈ 2 റക്അത്തിൽ സലാം വീട്ടണം. എന്നാൽ പകലിലും ഈ 2 റക്അത്തിൽ സലാം വീട്ടൽ തന്നെയാണ് അഫ്ളല്. അങ്ങനെ അപ്പൊ ആദ്യം സ്വലാത്തു തസ്ബീഹിൽ നിന്നുള്ള തസ്ബീഹ് നിസ്കാരത്തിൽ നിന്നുള്ള 2 റക്അത്ത് അല്ലാഹുവിനെ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുകയും അതിനുശേഷം സാധാരണ പോലെ സൂറത്തുൽ ഇഫ്തിതാഹ്, ഫാത്തിഹ, പിന്നെ ഒരു സൂറത്തും അത് ഓതിയതിനു ശേഷം 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. പിന്നെ റുകൂഇലെ സാധാരണ ദിക്റുകൾ കഴിഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം ഇതേ ദിക്ർ ആവർത്തിക്കുക. അഥവാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇപ്പോൾ 25 പ്രാവശ്യമായി. റുകൂഇൽ നിന്ന് ഉയർന്ന് എഴുത്തിദാലിലായിരിക്കെ അതേ ദിക്ർ വീണ്ടും 10 പ്രാവശ്യം ആവർത്തിക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇപ്പൊ 35 പ്രാവശ്യമായി. ഇനി സുജൂദിലേക്ക് പോവുക. സുജൂദിലുള്ള സാധാരണ ദിക്റുകൾക്ക് ശേഷം 10 പ്രാവശ്യം, അപ്പൊ 45ആയി. സുജൂദിൽ നിന്ന് ഉയർന്ന് ഇടയിലെ ഇരുത്തം ഇരിക്കുക. അവിടെയും സാധാരണ ദിക്റിന് ശേഷം 10 പ്രാവശ്യം, അപ്പോൾ 55ആയി. അടുത്ത സുജൂദിലേക്ക് പോവുക. അടുത്ത സുജൂദിലും സാധാരണ ദിക്റുകൾക്ക് ശേഷം 10 പ്രാവശ്യം, അപ്പോ 65ആയി. പിന്നെ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കുക. അവിടെയും 10 പ്രാവശ്യം, അപ്പോൾ 75 പ്രാവശ്യമായി. പിന്നീട് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുക. അങ്ങനെ ഒരു റക്അത്ത് കൂടെ നിർവഹിച്ച് ഇതേ രൂപത്തിൽ തക്ബീറുകൾ 75 പ്രാവശ്യം ചൊല്ലി. തക്ബീർ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ്. തക്ബീർ എന്നല്ല, തസ്ബീഹാണ്. സ്വലാത്തു തസ്ബീഹ് എന്നാണല്ലോ പേര്. ആ തസ്ബീഹ് അങ്ങനെ 75 പ്രാവശ്യം നിർവഹിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും അടുത്ത 2 റക്അത്ത് ഇതേപോലെ നിർവഹിക്കുക. അങ്ങനെ ആകെ 4 റക്അത്തിൽ 300 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലി പൂർത്തിയായിട്ടുണ്ടാകും. തഫ്അലു ദാലിക ഫീ 4 റക്അത്തിൻ, 4 റക്അത്തിലും ഇത് നീ നിർവഹിക്കുക. ഇനിസ്തതഅത അൻ തുസല്ലിഹ ഫീ കുല്ലി യൗമിൻ മർറതൻ, എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നിനക്ക് നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലത്. ഫഇല്ലം തസ്തതി ഫീ കുല്ലി ജുമുഅത്തിൻ മർറതൻ, ഇനി എല്ലാ ദിവസവും സാധിക്കൂലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും നീ നിർവഹിക്കുക. വഇല്ലം തഫ്അൽ ഫീ കുല്ലി ശഹ്രിൻ മർറ, ഇനി എല്ലാ വെള്ളിയാഴ്ചയും ആഴ്ചയിലൊരിക്കലും നിനക്ക് സാധിക്കില്ലെങ്കിൽ എല്ലാ മാസത്തിലും ഓരോ പ്രാവശ്യം നീ നിർവഹിക്കുക. ഫഇല്ലം തഫ്അൽ ഫഫിസ് സനതി മർറതൻ, മാസത്തിലും നിനക്ക് സാധ്യമല്ലെങ്കിൽ
കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കുക. വഫീ റിവായത്തിൻ ഉഖ്റ, വേറെ ഒരു റിവായത്തിൽ കാണാം, ഇന്നഹു യഖൂലു ഫീ അവ്വലി സ്വലാത്തി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറകസ്മുക വതആലാ ജദ്ദുക വതഖദ്ദസത് അസ്മാഉക വലാ ഇലാഹ ഗൈറുക എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന്. പിന്നെയാണ് 15 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലേണ്ടത്. ആ തസ്ബീഹും കൂടെ അധികരിപ്പിച്ചാൽ നല്ലതാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറകസ്മുക വതആലാ ജദ്ദുക വതഖദ്ദസത് അസ്മാഉക വലാ ഇലാഹ ഗൈറുക. പിന്നീട് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് ഈ പറയപ്പെട്ട രൂപത്തിൽ ഖിറാഅത്തിന് ശേഷം 15, റുകൂഇൽ 10, ഇഅ്തിദാലിൽ 10, അടുത്ത സുജൂദിൽ 10, ഇടയിലെ ഇരുത്തത്തിൽ 10, അടുത്ത സുജൂദിൽ 10, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10 എന്നിങ്ങനെ ഒരു റക്അത്ത് കഴിഞ്ഞു. അടുത്ത റക്അത്തിൽ അത്തഹിയാത്തിന് ശേഷം ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ എന്നുള്ളത് അത്തഹിയാത്തിന്റെ ശേഷം 10 അങ്ങനെ നിർവഹിക്കുക. ഇങ്ങനെ 4 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്കും അവൻ 300 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ടാകും. ഇതാണ് തസ്ബീഹ് നിസ്കാരത്തിന്റെ രൂപം. ഈ രൂപത്തിൽ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് അവിടുത്തെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഫഇൻ സല്ലാഹാ നഹാറൻ ഫബി തസ്ലീമത്തിൻ വാഹിദ എന്ന് കാണാം. പകലാണ് നിസ്കരിക്കുന്നെങ്കിൽ ഒരു സലാം കൊണ്ട് അഥവാ 4 റക്അത്തും ഒന്നിച്ചു നിസ്കരിക്കാം. പക്ഷേ എന്നാലും അവിടെയും 2 റക്അത്ത്, ഈ 2 റക്അത്തിൽ സലാം വീട്ടിൽ തന്നെയാണ് അഫ്ളൽ എന്ന് കാണുന്നു. വഇൻ സല്ലാഹാ ലൈലൻ, രാത്രിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഫബി തസ്ലീമത്തൈനി, 2 സലാം കൊണ്ടാണ് അവൻ നിർവഹിക്കേണ്ടത്. അഥവാ ഈ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് സലാം വീട്ടുക. وإن زاد بعد التسبيح ولا حول ولا قوة إلا بالله العلي العظيم فهو حسن. തസ്ബീഹിന് ശേഷം അഥവാ നമ്മൾ പറഞ്ഞത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നാണ്. അതിനുശേഷം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുകൂടെ അധികരിപ്പിക്കുന്നു എങ്കിൽ ഫഹുവ ഹസനുൻ, അതും വളരെ നല്ലതാണ് എന്ന് കാണാൻ സാധിക്കുന്നു. വഖാല സുയൂത്തി റഹിമഹുല്ലാഹ് ഫീ കിതാബി അൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹ്, മഹാനായ ഇമാം സുയൂത്തി തങ്ങളുടെ അൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു എന്ന കിതാബിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത്, നിസ്കാരത്തിന്റെ രൂപങ്ങളൊക്കെ നിർവഹിച്ചതിനു ശേഷം وبعدها قبل السلام اللهم إني أسألك توفيق أهل الهدى وأعمال أهل اليقين ومناصحة أهل التوبة وعزم أهل الصبر وجد أهل الخشية وطلب أهل الرغبة وتعبد أهل الورع وعرفان أهل العلم حتى أخافك اللهم إني أسألك مخافة تحجزني عن معاصيك حتى أعمل بطاعتك عملا أستحق به رضاك وحتى أناصحك بالتوبة خوفا منك وحتى أخلص لك النصيحة حياء منك وحتى أتوكل عليك في الأمور حسن الظن بك سبحان خالق النار എന്നുകൂടെ ദുആ ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ടവർ ഇആനത്തു താലിബീനിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഈ ദുആയും വളരെ അർത്ഥവത്തായ ഒരു ദുആയാണ്. സാധാരണഗതിയിൽ
റമദാനിലൊക്കെ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ ഈ നിസ്കാരം നടന്നു വരാറുണ്ട്. വിനീതനായ ഞാനുള്ളത് കുവൈത്തിലാണ്. ഇവിടെ മിക്കവാറും പള്ളികളിലൊക്കെ ഇത് ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുന്നതായി കാണാൻ സാധിക്കും. മിക്കവാറും എന്ന് പറഞ്ഞാൽ ചില പള്ളികളിലൊക്കെ, എല്ലാ പള്ളികളിലുള്ള ചില പള്ളികളിലൊക്കെ ഞാൻ അങ്ങനെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അവിടെ സമസ്തക്കാരി ഇമാമിക്കണ പള്ളിയിലൊന്നും അല്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട. മഹാന്മാരായ കുവൈത്തിന്റെ ഔഖാഫിലെ ഫത്വ ബോർഡിലൊക്കെയുള്ള വലിയ ഒരു ഇമാമ്, ഒരു മസുരിയായ ഇമാമ് ഉള്ള ഒരു പള്ളി ഉണ്ട്. അവിടെയൊക്കെ അദ്ദേഹം ജമാഅത്തായിട്ട് തന്നെ ഈ നിസ്കാരം നിർവഹിക്കാറുണ്ട്. സത്യത്തിൽ ഇത് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരത്തിന്റെ കൂട്ടത്തിലാണ് എണ്ണയിട്ടുള്ളത്. എന്നാലും ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിന് ജമാഅത്ത് സുന്നത്തില്ലല്ലോ, അപ്പോ നമ്മൾ എങ്ങനെയാണ് ജമാഅത്തായി നിർവഹിക്കാവുന്നതെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് ആളുകളെ അതിലേക്ക് റഗ്ബത്തുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ താല്പര്യം, അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഷാഫി മദ്ഹബ് അനുസരിച്ച് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരവും ജമാഅത്ത് ആയിട്ട് നിർവഹിക്കുകയാണെങ്കിൽ അത് സാധുവാകും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ രീതിയിൽ അതിൽ ജമാഅത്താക്കുന്നതിനും വിരോധം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ രൂപത്തിൽ സ്വലാത്തു തസ്ബീഹ്, പ്രത്യേകിച്ച് വളരെ പുണ്യമായ മാസത്തിലാണ് നമ്മളുള്ളത്. വരാൻ പോകുന്നത് ശഅബാനാണ്, പിന്നീട് റമളാനാണ്. ഏതായാലും വിശുദ്ധ റമളാനിലൊക്കെ മിക്കവാറും ആളുകൾ ഒരു തവണയെങ്കിലുമൊക്കെ ഇത് നിർവഹിക്കാറുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും അതിന്റെ രൂപമൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് തീരെ അത് നിർവഹിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും ശ്രോതാക്കളിൽ ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്, ഇത്തരത്തിലുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ഇസ്ലാമികമായ വെളിച്ചം വീശിത്തരിക എന്ന് നമ്മൾ മനസ്സിലാക്കുക. സുജൂദ് അധികരിപ്പിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ലക്ഷണമായി മഹാന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരാൾക്ക് എത്രത്തോളം സുജൂദിനോട് താൽപര്യം വർദ്ധിക്കുന്നുവോ അത് അവന്റെ വിജയത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പഠിപ്പിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ, ഒരു അസുലില്ലാത്ത നിസ്കാരങ്ങൾ, ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിലൊക്കെ കാണാം, മിഅ്റാജിന്റെ രാത്രിയിൽ, റജബ് 27 രാത്രിയിൽ ഒരു പ്രത്യേക നിസ്കാരം, അങ്ങനെ ഒരു നിസ്കാരം ഇല്ല, അത് ബിദ്അത്താണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തിൽ ഇല്ലാത്ത നിസ്കാരങ്ങളിലൊന്നും പങ്കെടുക്കേണ്ട, ഉള്ള നിസ്കാരങ്ങൾ ധാരാളമുണ്ട്. ഇത്തരത്തിൽ പഠിപ്പിക്കപ്പെട്ട നിസ്കാരങ്ങൾ, ആ നിസ്കാരങ്ങളൊക്കെ ഓരോ തവണയെങ്കിലും ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. തീരെ തസ്ബീഹ് നിസ്കാരവും ഇസ്തിഖാറത്ത് നിസ്കാരവും ഒന്നും നിർവഹിച്ചിട്ടില്ലാത്ത ആളുകൾ ഇസ്തിഖാറത്തിന്റെ നിസ്കാരം പറഞ്ഞു ഇവിടെ. അത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിനോട് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുക എന്നുള്ളതാണ്. അതിൽ ഖൈർ ഏതാണെങ്കിൽ അത് എളുപ്പമാക്കി തരാൻ വേണ്ടി, നമുക്കറിയില്ല ഏതിലാണ് ഖൈറുള്ളത് എന്ന്. അതുകൊണ്ട് ഖൈറായ കാര്യം നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ദുആ ആണ്. സാന്ദർഭികമായി നടത്തുന്ന ആ ദുആ ഓരോ കാര്യത്തിനോടും അനുബന്ധം അപ്പോൾ കാര്യങ്ങൾ അതിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന്റെ മുമ്പ് നല്ലവരായ ആളുകളോട് മുഷാവറ നടത്തുക. അങ്ങനെ മുഷാവറ നടത്തി അവരുടെ അഭിപ്രായവും കൂടെ കേട്ടതിന് ശേഷമായിരിക്കണം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അതുപോലെ തന്നെ സ്വലാത്തു തസ്ബീഹ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതൃവ്യരായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചതാണ്. വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. പ്രമുഖരായ ഒരുപാട് മുഹദ്ദിസീങ്ങൾ അവരുടെ കിതാബുകളിൽ ഈ ഹദീസിനെ ഉദ്ധരിച്ചിട്ടും ഉണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നു. ഫിഖഹിന്റെ കിതാബുകളിലും നമ്മുടെ ഫത്ഹുൽ മുഈനിലും അതുപോലെ തന്നെ തുഫയിലുമൊക്കെ ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട്
സലാത്തു തസ്ബീഹിനെ ചെറിയ ഒരു വിഭാഗം എതിർക്കുന്നതായി കാണാൻ സാധിക്കും. ഇബ്നു ബാസിനെ പോലുള്ളവരൊക്കെ അത് ദീനിലില്ലാത്തതാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ പറയാനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. കാരണം ഹദീസ് അത് ലഈഫാണ് എന്ന് പറഞ്ഞാൽ പോലും ഫളായിലുൽ അഅ്മാലിൽ അല്ലെങ്കിൽ കർമ്മങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ലഈഫായ ഹദീസുകൾ ധാരാളം മതി എന്നാണ്. ഇത് ഹസനിന്റെ മർത്തബയിലേക്ക് എത്തിയ ഹദീസാണ് എന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇല്ലാത്തതാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. മഹാന്മാരായ ഒരുപാട് ആളുകൾ ഈ നിസ്കാരം നിർവഹിക്കുകയും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നിവരൊക്കെ സ്ഥിരമായി നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. അവരിൽ നിന്ന് അവരുടെ ശിഷ്യഗണങ്ങൾ സ്ഥിരമായി സ്വീകരിച്ചു പോന്നിരുന്ന ഒരു ചര്യയാണ് എന്നും അതിനെക്കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഒറ്റക്കുണ്ടാക്കിയതല്ലല്ലോ. ഇങ്ങനെയുള്ള ഒരു ഹദീസ് അതിന് പിൻബലമായി നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. മഹാന്മാരായ ആളുകളൊക്കെ ഇത് നിർവഹിച്ചതായി ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണുന്നതോടൊപ്പം നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ നമ്മുടെ മഹാന്മാരായ ഗുരുവര്യരൊക്കെ ഈ നിസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നതായി നമുക്ക് തന്നെ ബോധ്യപ്പെട്ടതും ആണ്. ആ സ്ഥിതിയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പം നേടാനുള്ള സമയങ്ങളാണ് വരുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധമായ റമളാൻ ആയതുകൊണ്ട് ഈ നിസ്കാരത്തിന്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കി അതൊക്കെ നിർവഹിക്കാൻ ഞാനടക്കമുള്ള എല്ലാവരും മുന്നോട്ട് വരണം എന്ന്, പ്രത്യേകിച്ച് ആരെങ്കിലും ഇത് ഇപ്പോ ഗൾഫിലൊന്നുള്ള ആളുകൾ നിർവഹിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇബാദത്തിന് കൂടുതൽ ഒരു താൽപര്യമുള്ള ആളുകൾക്ക് കൂടുതൽ സൗകര്യമുള്ള ഒരു പ്രദേശമാണ് ഗൾഫ് എന്നുള്ളത്. നാട്ടിലേതിനേക്കാൾ ഇബാദത്തുകൾക്ക് താൽപര്യമുള്ള ആളുകൾക്ക് കൂടുതൽ സൗകര്യമുള്ള അവസരങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഗൾഫ്. നാട്ടിലാകുമ്പോൾ ഒരുപാട് ശുഗലുകൾ ഉണ്ടാകും. പള്ളിയിൽ ഇവിടുത്തെ പോലെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ വീട്ടിൽ നിന്ന് കുട്ടികൾ തെരഞ്ഞു വരും. അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളുമായിട്ട് വരും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ഇവിടെ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ജോലി സമയം കഴിഞ്ഞാൽ പിന്നീട് ഇബാദത്തുകൾക്ക് തിരിക്കേണ്ട ആളുകൾക്ക് അതിനുവേണ്ടി തിരിക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഫത്തുൽ മുഈൻ അതിനെക്കുറിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇബ്നു ബാസിനെ പോലുള്ള ആളുകൾ അത് ഈ ദീനിലില്ലാത്തതാണെന്ന് ഫത്വ കൊടുത്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നത് ലാ യസ്മഉ ബിഅളീമി ഖാല ബഅദുൽ മുഹഖഖീന ലാ യസ്മഉ ബിഅളീമി ഫളിഹാ ലാ യസ്മഉ ബിഅളീമി ഫളിഹാ വയത്റുകുഹാ ഇല്ലാ മുതഹാവിനും ബിദ്ദീനി. ഇത്രയും മഹത്തരമായ പ്രതിഫലം അതിനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ശ്രേഷ്ഠത ഇത്രത്തോളമൊക്കെ ഹദീസിൽ തന്നെ വിശദീകരിച്ചതും ബോധ്യപ്പെട്ടിട്ട് പിന്നെ അതിനെ എതിർക്കുകയില്ല. ഇല്ലാ മുതഹാവിനും ബിദ്ദീനി, ദീനിനെ പരിഹസിക്കുന്നവനല്ലാതെ അല്ലെങ്കിൽ ദീൻ കാര്യങ്ങളെ നിസ്സാരമായി കാണുന്നവനല്ലാതെ എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതായി നമുക്ക് ഫത്ഹുൽ മുഈനിൽ കാണാൻ സാധിക്കുന്നു. അപ്പോ എതിർക്കുന്ന ആളുകള്, ഈ എതിർക്കുന്നവരെ കുറിച്ച് നമുക്ക് ബോധ്യമായിട്ടുണ്ടല്ലോ. എതിർക്കുന്നവർ എല്ലാ നന്മകളെയും എതിർക്കുന്നവരാണ്. നന്മകളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സമൂഹത്തിൽ അവർ ചെയ്തിട്ടുള്ള ഏക കാര്യമെന്ന് പറയുന്നത്. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഈ പുത്തൻവാദികളായ ആരും മുന്നോട്ട് വന്നതായി നമുക്ക് കാണാൻ സാധിക്കില്ല. അതേസമയത്ത് സമൂഹം നിലവിൽ അനുഷ്ഠിക്കുന്ന ഒരുപാട് നന്മകളെ ബിദ്അത്തിന്റെ പട്ടികയിൽപ്പെടുത്തി, ശിർക്കിന്റെ ഒക്കെ പട്ടികയിൽപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാനും തകർക്കാനുമാണ് ഇവരൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത്
എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അവർ പറയുന്ന നമുക്കറിയാലോ, മങ്കൂസ് മൗലൂദ്, മൗലൂദില്ല, റാത്തീബില്ല, ഹദ്ദാദില്ല, പ്രത്യേകമായ സൂറത്തുകൾ ഓതുന്ന അതില്ല, സ്വലാത്തില്ല, ദിക്ർ മജ്ലിസ് ഇല്ല, അങ്ങനെയൊക്കെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഏതെങ്കിലും ഇതിനൊക്കെ ഹദീസ് ഉണ്ടല്ലോ. നമ്മൾ ഓരോ കാര്യങ്ങളും അതിൻ്റെതായ സമയങ്ങളിൽ നമ്മുടെ ക്ലാസ് റൂമുകളിലൂടെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ മുഖേന കേട്ടിട്ടുണ്ട്. ഈ പറയപ്പെട്ട ഓരോന്നിനും വ്യക്തമായ തെളിവുകളുണ്ട്. ബുഷ്റാക്കുമുല്യവും എന്ന് നമ്മുടെ ഈ പരിപാടിയിലും ഇതിനു മുമ്പ് റബീഉൽ അവ്വലിൽ നമ്മൾ നടത്തിയ നൂറുൻ അലാ നൂർ എന്ന പരിപാടിയിലുമൊക്കെ ഇത്തരത്തിലുള്ള ധാരാളം വിഷയങ്ങൾ, അതിന്റെ എല്ലാ തരത്തിലുമുള്ള പ്രാമാണികമായ തെളിവുകൾ ഉദ്ധരിച്ച് ആഴത്തിൽ ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് മഹാന്മാരായ ഉസ്താദുമാർ. അപ്പൊ നമുക്ക് ബോധ്യമായിട്ടുണ്ട് അതിന്റെ യാഥാർത്ഥ്യ വശങ്ങൾ. അത് മൗലിദിന്റെ കാര്യമാകട്ടെ, റാത്തീബിന്റെയും ഹദ്ദാദിന്റെയും കാര്യമാകട്ടെ, കുത്തുബിയത്തിന്റെ കാര്യമാകട്ടെ, അതല്ല ഇനി സ്വലാത്തിന്റെയും ദിക്റിന്റെയും ഒക്കെ മജ്ലിസിന്റെ കാര്യമാകട്ടെ, അതൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടതാ. പക്ഷേ ഈ വിഭാഗം പറയാ ദിക്ർ ചെല്ലുക, ദിക്റിന് ഞങ്ങൾ എതിരല്ല എന്ന് പറയും. എന്നിട്ടോ ആരെങ്കിലും ദിക്റിന്റെ ചെല്ലുകയാണെങ്കിലോ അതിനെ എതിർക്കും ചെയ്യും. സ്വലാത്തിന് ഞങ്ങൾ എതിരല്ല എന്ന് പറയും, കൂടിയിരുന്നെല്ലാം പാടില്ല എന്ന്. കിതാബുകളിലൊക്കെ കാണുന്നത്, ഹദീസുകളൊക്കെ കാണുന്നത് മജ്ലിസു ദിക്ർ എന്നാണ്, അല്ലെങ്കിൽ അൽ ഇജ്തിമാഉ അല ദിക്രി വസ്സലാത്തി എന്നാണ്. ഒരുമിച്ച് കൂടുക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഹൽഖത്തു ദിക്ർ എന്ന് തന്നെ ഹദീസിൽ കാണാൻ സാധിക്കും. ദിക്റിന്റെ ഹൽഖ എന്ന് പറഞ്ഞാൽ അതിന്റെ മജ്ലിസ് എന്നാണ്. വട്ടത്തിലിരുന്ന് കൂടുന്നതിനാണ് ഹൽഖ എന്ന് പറയാ. അതേ പദങ്ങൾ തന്നെ ഹദീസിൽ വന്നാലും അവര് പറയും ഇങ്ങനെ ഒരുമിച്ച് കൂടി കൂട്ടായിട്ടിരുന്നിട്ട് ദിക്ർ അല്ലലില്ല. അപ്പൊ സത്യത്തിൽ ഇല്ല എന്ന് പറയാൻ മാത്രമേ ഇവര് മുതിർന്നിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും തൽക്കാലം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ തെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരട്ടെ. കാര്യങ്ങൾ പറഞ്ഞു തന്നത് പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ പറയപ്പെട്ട ഇന്ന് 3 സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത്, രണ്ടാമത്തത് ഇസ്തിഖാറത്തിന്റെ നിസ്കാരം, മൂന്നാമത്തത് തസ്ബീഹ് നിസ്കാരം. ഈ 3 നിസ്കാരങ്ങളും കേട്ടു എന്നതിനോട് നീതി പുലർത്താനെങ്കിലും ഓരോ തവണയെങ്കിലും നിർവഹിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته.